Hi friends, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലറും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തനി നാടൻ രുചിയിലുള്ള പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 കാശ്മീരി വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടും. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഇത്രയ്ക്കൊരു കളർ എന്തായാലും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തണ്ടെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവ് വരും. നമ്മൾ കാശ്മീരി മുളക് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കുരു മാറ്റണില്ല, അപ്പോൾ പിന്നെ തീരെ എരിവ് ഉണ്ടാവില്ല. ഞാൻ പകുതി എണ്ണത്തിൻ്റെ കുരു മാറ്റിയാണ്, ബാക്കി കുരുവോടുകൂടി തന്നെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ പേസ്റ്റാണ് നമുക്കിതിൻ്റെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ എല്ലാം ഞാനൊന്ന് മാറ്റിയെടുക്കട്ടെ. പിന്നെ നിങ്ങൾക്കിത് നല്ല സ്പൈസി ആയിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുരു മാറ്റണമെന്നില്ല, അല്ലാതെ തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. 10 എണ്ണത്തിൻ്റെ കുരു മാറ്റിയിട്ടുണ്ട്, 10 എണ്ണം അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 3/4 കപ്പോളം അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം. ഒരു 10-15 മിനിറ്റോളം തന്നെ നല്ലപോലെ സോഫ്റ്റ് ആവണ വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പേസ്റ്റ് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കുറേ ദിവസം തന്നെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ദിവസം സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചിട്ട് അരച്ച് വയ്ക്കാം. ഇപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ വിനാഗിരി ഒന്നും ഒഴിക്കണില്ല അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് കുക്കായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ, അതിനുശേഷം മാത്രം അരച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്സിയുടെ പുറത്തേക്കൊക്കെ തെറിച്ച് വരാനൊക്കെയുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കുക്ക് ചെയ്ത മുളകെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം, ഈ കുക്ക് ചെയ്ത വെള്ളത്തിൽ നിന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാം വെള്ളം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂസായിട്ട് മാറും, അതുപോലെ എരിവും കൂടുതലായിട്ട് വരും. ഇനി ഇത് ഞാൻ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ദിവസം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് പേസ്റ്റിൻ്റെ അളവ് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം അളവിൽ 4 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ ചേർത്താൽ മതി. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കണില്ല, ഇഞ്ചി മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറയാൻ നല്ലൊരു നാടൻ ഫ്ലേവർ തന്നെയായിരിക്കും ഇതിന്. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ പച്ചമുളക് സ്കിപ്പ് ചെയ്യാതെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂണൊക്കെ വരെ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ പുളിക്കനുസരിച്ച് വിനാഗിരി. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് വിനിഗറാണ് എടുക്കുന്നത്. ഇത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് വിനിഗർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ മതിയാവും, കുറച്ച് സ്ട്രോങ് ആയിരിക്കുമല്ലോ വൈറ്റ് വിനിഗർ. ഇനി ഇതിലേക്ക് ഒരു 3-4 കറിവേപ്പില ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചിയൊക്കെ നല്ലപോലെ തന്നെ അരഞ്ഞ് വരണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ ഇഞ്ചിയൊക്കെ എന്തായാലും അരച്ച് തന്നെ എടുക്കുക. ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈവച്ച് തന്നെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ കറക്റ്റായിട്ട് ഉള്ളിൽ നമുക്ക് എന്താ പറയുക, എന്നാലാണ് മസാലയൊക്കെ ശരിക്കും പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. വലിയ കഷ്ണങ്ങളാകുമ്പോൾ കാണാൻ കുറച്ചും കൂടി നന്നായിരിക്കും, പക്ഷേ മസാല പിടിക്കാനൊക്കെ കുറച്ച് നല്ലത് എപ്പോഴും ചെറിയ കഷ്ണങ്ങൾ തന്നെയാണ്. സാധാരണ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ടായിരിക്കും, അതായത് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ വലിയ പീസുകളായിരിക്കും സാധാരണ കാണും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കുറച്ച് അധികം സമയം തന്നെ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ തന്നെയാണ് ഇത് ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിലൊന്നും തീരെ മസാല പിടിക്കില്ല, ഉള്ളിൽ ഉപ്പോ എരിവോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ തീരെ നന്നായിട്ടും വരില്ല. ഇനി നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കട്ടെ. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 24 ഹവേഴ്സിനുള്ളിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മസാലയൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പീസസ് ഇതിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് മാരിനേറ്റ് ചെയ്ത് വെക്കണത്. അതിനുശേഷമാണ് പിന്നെ ഇത് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ചില്ലി പേസ്റ്റും ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഇതിൽ വിനാഗിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേടായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വിനാഗിരി പ്രിസർവേറ്റീവായിട്ടാണ് വർക്ക് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗരം മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗരം മസാലയുടെ അളവൊന്നും കൂടി പോകണ്ട. പിന്നെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഒരളവിൽ വേണ്ട. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഗരം മസാലയുടെയും വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ തണുപ്പായ കാരണമാണ് ഇതുപോലെ കട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് തന്നെയാണ് ഇത് എടുക്കണത്. നന്നായിട്ടൊന്ന് ഉരുകി വന്നോട്ടെ. പിന്നെ എപ്പോഴും പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുക. വേറെ ഏത് ഓയിൽ ഉപയോഗിച്ചാലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. നാടൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണല്ലോ കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇനിയിപ്പോൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക്, അതായത് നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണ ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം, അതായത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ തേച്ച് പിടിപ്പിച്ച് മസാലയൊക്കെ എണ്ണയിൽ നന്നായിട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പയ്യോളി ചിക്കൻ ഫ്രൈയുടെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാളികേരം വറുത്തെടുത്തത് ഇതിൻ്റെ മുകളിൽ ഇടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം അളവിൽ നാളികേരം ചിരുകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതുപോലെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ചേർക്കുക. അപ്പോൾ വിനാഗിരി ഒഴിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കളറിന് വേണ്ടിയിട്ടും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടും മാത്രമാണ് ഇതിലിപ്പോൾ ചില്ലി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. ഇപ്പോൾ ഇത് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും വലിയ പീസൊക്കെ ആയ കാരണം ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. പെട്ടെന്ന് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ ഇത് ഒരുവിധം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വരണം. പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഹാർഡാക്കി എടുക്കരുത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. പക്ഷെ അത്യാവശ്യം ഫ്രൈ ആയാൽ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് കോരി മാറ്റാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്ക് നമുക്കിത് മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും മാരിനേറ്റ് ചെയ്തതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഒരുപാട് മസാലകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നാടൻ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ തന്നെയായിരിക്കും. അതുപോലെ ഇത് കോരിയെടുക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ കോരിയെടുക്കുക. പക്ഷെ കരിഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ചിക്കൻ അബ്സോർബ് ചെയ്യില്ല. അതിനുശേഷം ഞാനിതെല്ലാം ഒന്ന് സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ.
ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈക്കൊക്കെ എപ്പോഴും എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റോ അല്ലെങ്കിൽ ബോൺലെസ് പീസസ് ഒക്കെ ഉപയോഗിക്കാമെന്ന് മാത്രം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റൊക്കെ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ക്രിസ്മസ് റെസിപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഡേറ്റ്സ് വാൾനട്ട് കേക്ക് ചെയ്തിരുന്നു കേക്കായിട്ട്. പിന്നെ അതുപോലെ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് കേക്ക്സിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പ്ലം കേക്ക്, അതായത് ക്രിസ്മസ് കേക്ക്, ഫ്രൂട്ട്സ് കേക്ക് എന്നൊക്കെ പറയുന്ന കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. കേക്ക് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേക്കിൻ്റെ റെസിപ്പീസ് എല്ലാം തന്നെ കിട്ടും. കുറേ ടൈപ്പ് കേക്ക്സ് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രിസ്മസ് റെസിപ്പീസും ഇപ്പോൾ ബാക്കി നോൺ വെജ് അല്ലെങ്കിൽ ബിരിയാണി അതുപോലെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ റെസിപ്പീസും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ക്രിസ്മസ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അവസാനത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയാണ്. ഇനി സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എണ്ണയിൽ എന്തെങ്കിലും ഇതുപോലെ കരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയാം. പിന്നെ അതിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നന്നായിട്ട് വരില്ല. ഇനി ഈ എണ്ണയിലേക്ക് കറിവേപ്പില കുറച്ച് അധികം ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ക്രിസ്പി ആവണ വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം കറിവേപ്പില കോരി മാറ്റി വയ്ക്കാം. കറിവേപ്പിലയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തിടുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവർ തന്നെ കിട്ടും. ഇത് ഞാൻ ഈ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോയി കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ പച്ചമുളകും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ ഇതുപോലെയുള്ള ഫ്രൈകൾക്കൊക്കെ. ഇപ്പോൾ ഇതും റെഡി ആയിട്ട് ഒരുപാട് സമയം ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നീങ്ങി നിന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നാളികേരം ചിരുകിയതുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ല ക്രിസ്പി ആവണ വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നാളികേരം ചെറുകിയത് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരണം. അപ്പോൾ തന്നെയായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കുന്നത് തന്നെയാണല്ലോ. പയ്യോളി ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് ഓവറായിട്ട് ഫ്രൈ ആയിട്ട് കരിഞ്ഞൊന്നും പോരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. ശരിക്കും നല്ലൊരു നാടൻ രുചി തന്നെയല്ലേ ഈ നാളികേരമൊക്കെ ചെറുകിയത് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഈ നാളികേരം ചെറുകിയത് ഫ്രൈ ചെയ്തെടുക്കണ സമയത്ത് അതൊരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ കുറച്ച് പിടിച്ചിരിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതിനുശേഷം ഇനി ചിക്കൻ ഫ്രൈയുടെ മുകളിലേക്ക് നമ്മൾ ഈ നാളികേരം ചെറുകി ഫ്രൈ ചെയ്തെടുത്തത് അത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ പയ്യോളി ചിക്കൻ ഫ്രൈ സെർവ് ചെയ്യപ്പോഴും. അപ്പോൾ മുഴുവനായിട്ട് തന്നെ നാളികേരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ നാളികേരം കൂടി കഴിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു റിയലായിട്ടുള്ളൊരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കിട്ടുക. ഇനി കറിവേപ്പില ഫ്രൈ ചെയ്തതും അതുപോലെ പച്ചമുളക് ഫ്രൈ ചെയ്തതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു നാടൻ രുചി തന്നെയാണ്. ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീണ്ടും കാണാം.